ശ്രീ സജീവൻ മകൻ ചേരുന്നത്. ശ്രീ സജീവൻ അത്യന്തം ദുഃഖകരമായ വിഷമുണ്ടാക്കുന്ന ഒരു തർക്കത്തിന്റെ കാര്യങ്ങളാണ് കോടതിയിലേക്ക് വരെ എത്തപ്പെട്ടത്. ഇപ്പോൾ കോടതിയിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശം ഏത് തരത്തിലാണ്? ഹലോ, സജീവൻ, കോടതിയിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശം അത് ഏത് തരത്തിലാണ്? നിർദ്ദേശങ്ങൾ പാലിച്ചിട്ടുണ്ടല്ലേ പോകുള്ളൂ. കേൾക്കാമോ? പറഞ്ഞോളൂ. ഈ കോടതിയിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശം ഏത് തരത്തിലാണ്? അതിന്റെ വിവരങ്ങൾ താങ്കൾക്ക് ലഭിച്ചിട്ടുണ്ടോ? ഇല്ല, പറഞ്ഞ് കേട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ, ഞാൻ കണ്ടിട്ടില്ല. എന്താണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ? അല്ല, അവിടെ മെഡിക്കൽ കോളേജിനെ കൈമാറാൻ പറഞ്ഞോളും, അവിടെ തീരുമാനമെടുക്കാൻ പറഞ്ഞു എന്നുള്ള രീതിയിലാണ് പറഞ്ഞു കേട്ടത്. വായിച്ചാൽ മാത്രമേ എനിക്ക് കറക്റ്റായിട്ട് പറയാൻ കഴിയൂ. അതിന്റെ വിശദാംശങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? കൈവശം ലഭിച്ചിട്ടുണ്ടോ? ലഭിച്ചിട്ടില്ല. ഇപ്പോൾ നമുക്കും ഞങ്ങളുടെ റിപ്പോർട്ടർ പ്രദീപ് ജോസഫ് നൽകുന്ന വിവരമനുസരിച്ചും അനാട്ടമി ആക്ട് പ്രകാരം തീരുമാനമെടുക്കാം മെഡിക്കൽ കോളേജിന് എന്നൊരു നിർദ്ദേശം ഹൈക്കോടതി നൽകിയിരിക്കുന്നു. സത്യവാങ്മൂലങ്ങൾ, മക്കളുടെ സത്യവാങ്മൂലങ്ങൾ വിശദമായി പരിശോധിച്ച് എതിർപ്പും പരിഗണിച്ചു. അതിനുശേഷമാണ് അങ്ങനെ ഒരു നിർദ്ദേശം വെച്ചിരുന്നത്. അപ്പോൾ പൊതുദർശനത്തിന് ശേഷം മെഡിക്കൽ കോളേജിലേക്ക് എന്നുള്ള മുൻ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കുമല്ലേ കാര്യങ്ങൾ? ആയിരിക്കാം, അങ്ങനെ ആയിരിക്കാം. നന്ദി ശ്രീ, ഇത്രയും കാര്യങ്ങൾ. കാരണം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അങ്ങയുമായി കൂടുതൽ സംസാരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. മാത്രമല്ല, താങ്കൾക്ക് കൂടുതൽ വിവരങ്ങൾ അതേക്കുറിച്ച് ലഭിച്ചിട്ടില്ല എന്നതുമാണ് മനസ്സിലാവുന്നത്. സജീവൻ എം ലോറൻസിന്റെ മകനാണ് സംസാരിച്ചത്. അദ്ദേഹത്തിന് പ്രാഥമികമായ വിവരങ്ങൾ മാത്രമേ ഉള്ളൂ. കോടതിയിൽ നിന്ന് ഇങ്ങനെ ഈ ഒരു നിർദ്ദേശമുണ്ട് എന്നത് കേട്ടു എന്ന് മാത്രമാണ് അദ്ദേഹവും വിശദീകരിച്ചത്. നേരത്തെ അദ്ദേഹത്തിന്റെ പ്രതികരണവും ലഭിച്ചിരുന്നു.